എക്സലൻ്റ് എളബിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠത്തിൻ്റെ ബാക്കി നോക്കാം. ദ നെക്സ്റ്റ് ഡേ ബ്രോട്ട് എ ന്യൂ റേ ഓഫ് ഹോപ്പ്. അടുത്ത ദിവസം പ്രതീക്ഷയുടെ പുതിയ കിരണങ്ങൾ കൊണ്ടുവന്നു. Tarun got up early, had milk, and before his mother could finish her query on what he was up to, he ran out and went to the Nehru Stadium to check the details of the race. തരുൺ വളരെ നേരത്തെ എണീറ്റ് പാല് കുടിച്ച് അവൻ്റെ അമ്മ എന്താണ് അവൻ ചെയ്യാൻ പോകുന്നതെന്ന് തിരക്കുന്നതിന് മുമ്പ് തന്നെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോയി ഓട്ട മത്സരത്തിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് തിരക്കാൻ പോയി. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. വളരെ സന്തോഷവാനായിരുന്നു അവൻ. തരുൺ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് zealously. അവൻ അതിതീവ്രമായി പരിശീലിക്കാൻ തുടങ്ങി. Every day he would get up at 4 in the morning and run up to 10 miles. എല്ലാ ദിവസവും അതിരാവിലെ 4 മണിക്ക് എണീറ്റ് 10 മൈലോളം ഓടുമായിരുന്നു. In the evenings he would time himself according to the 1000-meter distance prescribed by the competition. വൈകുന്നേരങ്ങളിൽ അവൻ 1000 മീറ്റർ ദൂരം ഓടി പരിശീലിക്കുമായിരുന്നു. അതിൻ്റെ മത്സരവുമാണ് ശിശുദിനത്തിൽ. He wanted everything to be perfect. എല്ലാം വളരെ ശരിയായി തന്നെ പോകണമെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. It was for the first time in his life that he was demanding such perfection in things he did, he thought. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പെർഫെക്ഷനോടുകൂടി ഒരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നവൻ ഓർത്തു. He also wanted someone to back him up, and so he told everything to his mother. അപ്പോൾ അവനൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നിയുകൊണ്ട് അവൻ്റെ അമ്മയോട് അവൻ ഈ കാര്യങ്ങളെല്ലാം പിന്നീട് പറയുകയും ചെയ്തു. തരുൺ പ്രാക്ടീസ് വിഗ്രസ്ലി ഫോർ 5 days ആൻഡ് ദെൻ പ്രോംപ്റ്റ്ലി മെറ്റ് രാംനാരായൺ ടു കളക്ട് ഹിസ് പാർട്ടിസിപ്പേഷൻ കാർഡ്. അങ്ങനെ അടുത്ത 5 ദിവസം വളരെ തീവ്രമായി അവൻ പരിശീലിച്ചിട്ട് അവൻ്റെ കാർഡ് വാങ്ങാനായി രാംനാരായണനെ സമീപിച്ചു. He gazed at the piece of paper on which his name had been printed boldly. It meant so much to him. ആ കടലാസിൽ അവൻ്റെ പേര് അച്ചടിച്ച് കണ്ടപ്പോൾ അവന് വളരെയധികം സന്തോഷം തോന്നി. However hard, I must win this race, thought he. എത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ ഈ മത്സരം വിജയിച്ചേ മതിയാകൂ എന്നവൻ വിചാരിച്ചു. He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. അവൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണമായിരുന്നു അവൻ കഴിവ് ഇല്ലാത്ത കുട്ടി അല്ല എന്നുള്ളതും അവന് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാൻ പറ്റും എന്നുള്ളതും. It was 14th November. അങ്ങനെ ആ ദിവസം എത്തി, November 14. Bowing low for the blessings of his mother, Tarun paddled away to the stadium. അമ്മയുടെ അനുഗ്രഹം വാങ്ങി അവൻ സ്റ്റേഡിയത്തിലേക്ക് സൈക്കിളിൽ പോയി. There was a huge crowd waiting to go inside. അവിടെ നല്ല തിരക്കുണ്ട് അകത്തേക്ക് കയറാനായി. Tarun entered the office where a signboard read "Participants only," with his heart beating faster every second. വളരെയധികം ടെൻഷനോടുകൂടി അവൻ "Participants only" എന്ന് പറയുന്ന സൈൻ ബോർഡ് ഉള്ളിടത്തേക്ക് നീങ്ങി. Inside there were about 50 participants waiting for their race to begin. അന്ന് അവിടെ പങ്കെടുക്കാൻ 50ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. He felt someone patting him on the shoulders. "Hello, Tarun." It was Ramnarayan. "All the best," he said affectionately. അങ്ങനെ നിന്നപ്പോൾ ആരോ തൻ്റെ മുതുകിൽ തട്ടുന്നത് പോലെ തോന്നി. നോക്കിയപ്പോൾ അത് രാംനാരായണനായിരുന്നു. തരുണ് ഓൾ ദി ബെസ്റ്റ് പറയുകയായിരുന്നു. തരുൺ smiled at him but did not say a word. Fear had gripped him from head to foot. തരുണിന് ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ, ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല, കാരണം ടെൻഷനായിരുന്നു. All the participants lined up. അങ്ങനെ മത്സരത്തിനായി പാർട്ടിസിപ്പൻസ് എല്ലാവരും നിരയായി നിന്നു. Every face glittered with the hope of winning the race. എല്ലാവരുടെയും മുഖത്ത് അവർ ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കാണാമായിരുന്നു. Each one of them had his family and friends in the stands to cheer for him. എല്ലാവരുടെയും കുടുംബക്കാരും കൂട്ടുകാരും ഒക്കെ അവർക്ക് സപ്പോർട്ടിനുണ്ടായിരുന്നു. To his amazement, Tarun caught sight of his mother in the stands.
തരുൺ നോക്കിയപ്പോൾ അതിശയിച്ചു പോയി. അവൻ്റെ അമ്മ എവിടെയുണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ. ദ ഫിയർ ഇൻ ഹിസ് ഐസ് ഗേവ് വേ ടു കോൺഫിഡൻസ്. അങ്ങനെ അവൻ്റെ കണ്ണുകളിലെ ഭയം ഇപ്പോൾ കോൺഫിഡൻസായി, ആത്മവിശ്വാസമായി. The whistle blew and all the participants started off with all their might. അങ്ങനെ വിസിൽ മുഴങ്ങി പാർട്ടിസിപ്പൻസ് എല്ലാവരും അവരുടെ കഴിവിനൊത്ത് ഓടാനും തുടങ്ങി. They were all determined to be the winner of the race. എല്ലാവർക്കും ഒരേ ലക്ഷ്യം, അവരായിരിക്കണം ആ മത്സരത്തിലെ വിജയിയെന്ന്. In the lead was the fastest of them all, Tarun. ഏറ്റവും മുന്നിൽ, ആ കൂട്ടത്തിലെ ഏറ്റവും വേഗതയേറിയ താരം തന്നെയായിരുന്നു തരുൺ. Seeing himself ahead of everybody, Tarun felt very proud of himself. അങ്ങനെ എല്ലാവർക്കും മുന്നിലായി അവന് ഓടാൻ കഴിഞ്ഞതിൽ തരുണ് വളരെയധികം അഭിമാനമുണ്ടായിരുന്നു. On the track there was a shallow path. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഇടുങ്ങിയ പാതയുണ്ട് ആ ട്രാക്കിൽ. As he was running fast, Tarun did not notice that and he slipped. വേഗത്തിൽ ഓടിയത് കാരണം തരുൺ അത് ശ്രദ്ധിച്ചതുമില്ല. അതിൽ ചവിട്ടി തെന്നി വീഴുകയും ചെയ്തു. Breathing fast, he saw the other kids going past him. അവൻ വീണുപോയി. എന്നിട്ട് നോക്കിയപ്പോൾ ബാക്കിയുള്ള കുട്ടികളെല്ലാം അവനെയും കടന്നു പോയിരിക്കുന്നു. He could not be a loser today, and so without wasting a second, he got up to run once more. ഒരു കാരണവശാലും ഈ കളി തോക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഒരു സെക്കൻഡ് പോലും കളയാതെ വീണ്ടും എണീറ്റ് ഓടാൻ തുടങ്ങി. Being quick, Tarun overtook a few kids ahead of him. അങ്ങനെ വേഗത്തിൽ വീണ്ടും ഓടിയതുകൊണ്ട് കുറച്ച് കുട്ടികളെ അവന് മറികടക്കാൻ കഴിഞ്ഞു. But as fate had it, he slipped once again. പക്ഷേ വിധി എന്ന് പറയട്ടെ, അവൻ വീണ്ടും വീണു. What was happening to him? He could not bear it. ഇതെന്താണ് സംഭവിക്കുന്നത്? അവന് അത് സഹിക്കാൻ കഴിയുന്നില്ല. He looked into the crowd and saw his mother. അവൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് നോക്കി അവൻ്റെ അമ്മയെ കണ്ടു. She was saying something to him. അവരെന്തോ പറയുന്നുണ്ട്. Get up son, get up and run. എണീക്ക് മോനെ, എണീറ്റ് ഓടൂ എന്ന് അവരെ ഉറക്കെ പറയുന്നുണ്ട്. തരുൺ got up at once. അങ്ങനെ തരുൺ പെട്ടെന്ന് എണീറ്റു. He was among the last few. ഇപ്പോൾ അവൻ ലാസ്റ്റിലുള്ള അവസാനം ഓടുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. But he did not give up. പക്ഷെ അവൻ തളർന്നില്ല. Once more he overtook some children. വീണ്ടും വേഗത്തിലോടി കുറച്ച് കുട്ടികളെ അവൻ മറികടന്ന് മുന്നേറി. Since he was fretting a little too much, he fell a third time. പക്ഷെ വീണ്ടും വീണ് എണീറ്റ് ഓടിയ ആ തളർച്ചയിൽ വേഗത്തിൽ ഓടിയപ്പോൾ അവൻ മൂന്നാമതായി വീണ്ടും വീണു. Tears were rolling down his cheeks. അവൻ്റെ കവിളിലൂടെ കണ്ണുനീരൊഴുകി. How will he get into Ramnarayan's training now? ഇനി എങ്ങനെയാണ് രാംനാരായണ അവനെ പരിശീലിപ്പിക്കാൻ പറ്റുക? How will he prove to his parents that he was talented? അവന് കഴിവുണ്ടെന്ന് അവൻ്റെ രക്ഷിതാക്കളെ എങ്ങനെയാണ് അവന് കാണിച്ചു കൊടുക്കാൻ പറ്റുക? He was the last kid on the track now. ഇപ്പോഴവൻ ആ ട്രാക്കിലെ അവസാനത്തെ കുട്ടിയാണ്. He turned his eyes towards the stands. അവൻ വീണ്ടും ആൾക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് നോക്കി. Then he heard Ramnarayan screaming from somewhere, "Come on, Tarun, run!" അവിടെ നിന്ന് രാംനാരായൺ വിളിക്കുന്നത് കേട്ടു, എണീറ്റ് ഓടൂ തരുൺ എന്ന്. And so he got up a third time. അങ്ങനെ മൂന്നാമതും അവൻ എഴുന്നേറ്റു. This 12-year-old determined boy who was last on the track got up and ran with all the strength he had. അങ്ങനെ അവനിലുള്ള പൂർണ്ണമായ ശക്തിയും സംഭരിച്ചുകൊണ്ട് അവൻ ഈ 12 വയസ്സുള്ള വളരെയധികം ആഗ്രഹമുള്ള ഈ പയ്യൻ, ട്രാക്കിൽ ഏറ്റവും അവസാനമായി നിൽക്കുന്ന പയ്യൻ, അവൻ വീണ്ടും ഓടാൻ തുടങ്ങി. The crowd was cheering for Pawan, the boy who had won the race. But to Tarun's surprise, there was a louder applause when he crossed the finishing line last. The audience cheered for his determination and his valor for never giving up. ആ മത്സരത്തിൽ വിജയിച്ച പവനു വേണ്ടി
ജനം എല്ലാവരും കൈയടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തരുണിൻ്റെ അതിശയം മറ്റൊന്നായിരുന്നു. കാരണം അതിനേക്കാട്ടിലും ആരവമുണ്ടായത് തരുൺ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്തപ്പോഴാണ്. കാണികൾ അവൻ്റെ ഈ ദൃഢനിശ്ചയത്തിനും ആഗ്രഹത്തിനും വേണ്ടിയാണ് കൈയടിച്ചത് കൂടുതലായി. He bowed his head with shame and said to Ramnarayan, "I'm sorry sir, I lost." അവൻ വളരെയധികം വിഷമിച്ച് നാണിച്ച് തല കുമ്പിട്ട് രാംനാരായണനോട് പറഞ്ഞു, "സർ, ക്ഷമിക്കണം, എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല." "No son, to me you have won the toughest race, the race of your life." ഇല്ല മോനെ, നീ ഇന്ന് ജയിച്ചിരിക്കുകയാണ് ഏറ്റവും കഠിനമായ മത്സരത്തിൽ, നിന്റെ ജീവിതമെന്ന മത്സരത്തിൽ. You got up and started afresh each time you fell. ഓരോ തവണയും വീഴുമ്പോൾ നീ അവിടെ കിടന്നു പോയില്ല, വീണ്ടും എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. യു ആർ എ റിയൽ ലൈഫ് ഹീറോ. നീ ഒരു ഹീറോ തന്നെയാണ്. യുവർ ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമോറോ. നാളെ തന്നെ നമുക്ക് പരിശീലനം തുടങ്ങണം എന്ന് അദ്ദേഹം പറഞ്ഞു. തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്. Tears filled his eyes again. തരുണിന് ഇത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. He smiled at his mother, who hugged him and said, "You're the best son in the world." അവൻ സന്തോഷിച്ച് അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മ അവനെ കെട്ടിപ്പിടിച്ചു, പറഞ്ഞു, "മോനെ, നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല മകനെന്ന്." യെസ്, അപ്പോൾ അതോടുകൂടി ഈ പാഠം അവസാനിക്കുകയാണ്. ഇത് മുഴുവനായി വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സംശയങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം.